ഹായ്, ഇന്ന് നമ്മൾ ബോഡി കെയറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ ചെറിയ ചെറിയ കുരു പൊങ്ങാറില്ലേ? അപ്പോൾ അതെല്ലാ പ്രാവശ്യവും അതെവിടെയൊക്കെയെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ കയ്യിൽ പൊങ്ങാറുണ്ട്, കാലിൽ പൊങ്ങാറുണ്ട്, ബട്ടിലൊക്കെ, ചെസ്റ്റിൽ, അങ്ങനെ പല ഭാഗത്തും നമുക്കിങ്ങനെ ചെറിയ ചെറിയ കുരു പൊങ്ങാറുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ അപ്പോഴും നമ്മൾ വിചാരിക്കും സ്ട്രോബെറി സ്കിന്നോ അല്ലെങ്കിൽ ചിക്കൻ സ്കിന്നോ സ്കാരാറ്റോസിസ് പൈലാരിസോ ഒക്കെയാണ് തെറ്റിദ്ധരിക്കും അല്ലേ? സത്യത്തിൽ ഇത് എങ്ങനെ ഇത് എപ്പോഴും ഇത് തന്നെ ആവാൻ ചാൻസ് ഉണ്ടോ? ആക്ച്വലി ഇല്ല. ചില സമയത്ത് ഈ ഒരു ബമ്പ് വേറെ പലതും ആവാം. ചിലപ്പോൾ അതൊരു ചെറിയ ബോഡി ആക്നെ ആകാം, അതല്ലെങ്കിൽ ഹീറ്റ് റാഷസ് ആവാം, അല്ലെങ്കിൽ അലർജീസ് ആവാം, ഫോളിക്കുലൈറ്റീസ് ആവാം, അങ്ങനെ പല പല സാധനങ്ങളായിട്ട് മാറാം. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടും കെരാറ്റോസിസ് പൈലാരിസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ കാണാം, എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പക്ഷെ അതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോസ് സയൻസ് ബേസ്ഡ് ആയിട്ടാണ് ഈ ചാനൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എന്നെ ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിൽ ആദ്യത്തേതാണ് കെരാറ്റോസിസ് പൈലാരിസ്, അഥവാ നമ്മൾ എപ്പോഴും പറയുന്നത് സ്ട്രോബെറി സ്കിൻ. ഇത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൻ്റെ അവിടെ കെരാറ്റിൻ അക്യുമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവുന്നതാണ്. ഈ കെരാറ്റിൻ അക്യുമുലേറ്റ് ചെയ്യുന്ന അഴുക്കല്ല, ഡേർട്ടല്ല. സോ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സ്ക്രബുകളൊക്കെ വാങ്ങിയിട്ട് ഒരുപാട് സ്ക്രബുകൾ വാങ്ങി തേച്ചത് കൊണ്ട് അത് പോകാനായിട്ട് പോകുന്നില്ല. ഡെഫിനറ്റ്ലി സ്ക്രബ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ സ്ക്രബ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നേക്കാളും വീക്ക്ലി വൺസോ അല്ലെങ്കിൽ വീക്ക്ലി 2 ടൈംസോ ഒക്കെ യൂസ് ചെയ്താൽ മതി. ഡെയിലി യൂസ് ചെയ്യാൻ നിൽക്കണം. പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ലാക്റ്റിക് ആസിഡ് അല്ലെങ്കിൽ AHA ബോഡി വാഷസ് ആണ്. ഒന്നുകിൽ ഗ്ലൈക്കോളിക് ആസിഡ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് അല്ലെങ്കിൽ ബോഡി വാഷസ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബോഡി വൈസിലൊക്കെ AHA ബോഡി വാഷ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കെമിസ്ട്രി പ്ലേയിലും AHA ബോഡി വാഷസ് അവൈലബിൾ ആണ്. അങ്ങനെ ഏതെങ്കിലും ഒരു AHA ബോഡി വാഷസ് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല ഓപ്ഷനാണ്. ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രൈനസ് തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ജെന്റിലായിട്ടുള്ള ബോഡി വാഷസ് നോക്കാം. അപ്പം നമുക്ക് ബോഡി വൈസിന് തന്നെ നയാസിനമൈഡ് ബോഡി വാഷ് നല്ലൊരു ഓപ്ഷൻ. ഇത് ജെന്റിലായിട്ടുള്ള ബോഡി വാഷാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റാൻഡം ആയിട്ടുള്ള ജെന്റിൽ ബോഡി വാഷ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ വീക്ക്ലി വൺസ് ഒരു സ്ക്രബ് യൂസ് ചെയ്യുക. ഡവിൻ്റെ ബോഡി പോളിഷ് നല്ലൊരു ഓപ്ഷനാണ്, ബോഡി സ്ക്രബ് നല്ലൊരു ഓപ്ഷനാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡി വൈസ് തന്നെ 10% AHA സ്ക്രബ് വാങ്ങിക്കാൻ കിട്ടും. ഇതെങ്കിലും വീക്ക്ലി വൺസ് യൂസ് ചെയ്യുക. ഡെയിലി നമുക്കൊരു ലാക്റ്റിക് ആസിഡിന്റെ ബോഡി ലോഷൻ യൂസ് ചെയ്യാം. ടാനിങ് മാറ്റാൻ ഇത് നല്ലതാണ്. ഇങ്ങനെ ഒരു എക്സ്ഫോളിയേഷന് വേണ്ടി ഇത് നല്ലതാണ്. ആ സമയത്ത് നമുക്ക് സുഗന്ധിയുടെ ലാക്റ്റിക് ആസിഡ് ബോഡി വാഷ് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഷേത്തിന്റെ ലാക്റ്റിക് ആസിഡ് ബോഡി വാഷും നല്ലൊരു ഓപ്ഷനാണ്. ഇങ്ങനെ ബോഡി മോയ്സ്ചറൈസറും നല്ലൊരു ഓപ്ഷനാണ്. സുഗന്ധിയുടെ ബോഡി മോയ്സ്ചറൈസർ ലാക്റ്റിക് ആസിഡ്, ഡോക്ടർ ഷേത്തിന്റെ ബോഡി മോയ്സ്ചറൈസറും നല്ല ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പരിധി വരെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് വീണ്ടും വീണ്ടും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ റൂട്ടീൻ മാക്സിമം കംപ്ലീറ്റ്ലി റെഗുലർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കെരാറ്റോസിസ് പൈലാരിസ് റിപ്പീറ്റ് ആയിട്ട് വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഇത് കെരാറ്റോസിസ് ആണോ എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്കിൻ കളർ ആയിരിക്കും ഉണ്ടാവുക. ഒന്നുകിൽ സ്കിന്നേക്കാളും കുറച്ച് ഡാർക്കർ ആയിട്ടും ഉണ്ടാവും. പിന്നെ വേറെ റെഡിഷ്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഇറിറ്റേഷൻസ്, ചൊറിച്ചിലോ പിടിച്ചിട്ടോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. നോർമലി ഇത് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെയാണ് കാണപ്പെടുന്നത്. കാലിൽ മൊത്തത്തിൽ കാണും, കയ്യിൽ മൊത്തത്തിൽ കാണും. ബേക്കിലൊക്കെ KP കാണാൻ വളരെ കുറവാണ്. പക്ഷേ ആ സമയത്ത് ചൊറിച്ചിലില്ലെങ്കിൽ അത് KP തന്നെ ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്തെന്താന്ന് നോക്കാം. രണ്ടാമത്തെയാണ് ബോഡി ആക്നെ. നമുക്ക് നോർമൽ ബമ്പാണ്, ഒരു ചെറിയ പസ് ഫിൽഡ് ആണ്, എന്നാൽ ഇറിറ്റേഷൻസ് ഒന്നുമില്ല. ഇത് കൂടുതലും കാണപ്പെടുന്നത് നമ്മുടെ മുതുകത്താണ്. കൂടുതലായിട്ടും നമുക്ക് ബാക്ക് ആക്നെ കാണപ്പെടുന്നത്. കയ്യിലും കാലിലും വളരെ റെയർ ആയിട്ട് കാണപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ബേക്കിലായിരിക്കും. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതെന്ന് വെച്ചാൽ ടീനേജേഴ്സിൽ, അതായത് ഒരു 20s ഉള്ള ആൾക്കാർക്കായിരിക്കും. പിന്നെ ജിമ്മിൽ പോകുന്ന ആൾക്കാർക്കും ഈ ഒരു സ്വെറ്റ് കാരണം ഇങ്ങനെ നമുക്കൊരു ബാക്ക് ആക്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഏത് ബാക്ക് ആക്നെ ആണെന്ന് കണ്ടുപിടിക്കുക. കാരണം രണ്ടിനും രണ്ട് രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ടീനേജേഴ്സ് ഇത് നമ്മുടെ ബാക്കിലുള്ള പോസ് ഒക്കെ ഫില്ലായിട്ട് വരുന്ന ചെറിയ പസ്സൊക്കെ ആണെങ്കിൽ സാലിസിലിക് ആസിഡ് സ്പ്രേസ് എല്ലാ വാഷിന് ശേഷം അപ്ലൈ ചെയ്യുക. ഇപ്പൊ സ്ക്രബ് യൂസ് ചെയ്താൽ ചിലപ്പോൾ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എപ്പോഴും AHA BHA ബോഡി വാഷസ് യൂസ് ചെയ്യും. ഇവിടെ BHA വേണ്ടത് സാലിസിലിക് ആസിഡ് വേണം എന്നുള്ളതുകൊണ്ട് AHA BHA ബോഡി വാഷ് യൂസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സാലിസിലിക് ആസിഡ് സ്പ്രേ നമ്മുടെ ഫിക്സ് ടേമിൽ കിട്ടും. അതും കൂടെ യൂസ് ചെയ്താൽ വളരെ നന്നായിരിക്കും. ദെൻ ഏറ്റവും ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ബോഡി മോയ്സ്ചറൈസേഴ്സ് ഫോളോ അപ്പ് ചെയ്യാം. നമ്മുടെ വാസ്ലിൻ ഗ്ലൂട്ടാഹയ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ ബോഡി മോയ്സ്ചറൈസേഴ്സും നല്ലൊരു ഓപ്ഷൻ. ഇത് ലൈറ്റ് വെയ്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ബോഡി മോയ്സ്ചറൈസറാണ് ഈ ഒരു സമയത്ത് ഏറ്റവും നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ മാക്സിമം വിയർപ്പ് ഉള്ള സമയത്ത് ഡ്രസ്സസ് ഒരു ഇടുമ്പോഴത്തേക്ക് ക്ലീൻ ചെയ്തിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. ആ സമയത്ത് നമുക്ക് ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. മിനിമലിസ്റ്റിൽ ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ ഉണ്ട്, ഡെർമക്കോയിൽ ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി.
സ്വെറ്റ് ചെയ്യുമ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്യുക, ദെൻ നിങ്ങളുടെ ഇതിടുക. ഇത് ഏറ്റവും കൂടുതൽ ജിമ്മിൽ പോകുന്ന ആൾക്കാർക്കുള്ള ബാക്ക് ആക്നെ മാറ്റാനാണ് ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഭയങ്കര കൂടുതലാണ്, നിങ്ങൾക്ക് ഭയങ്കര തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്താണ് ഫോളിക്കുലൈറ്റിസ്. ഫോളിക്കുലൈറ്റിസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് അത് ഒരയുമ്പോൾ അതല്ലെങ്കിൽ കൂടുതലായിട്ടും ഷേവ് ചെയ്യുമ്പോഴൊക്കെയാണ് ഈ ഫോളിക്കുലൈറ്റിസ് കാണുന്നത്. അതായത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൻ്റെ ചുറ്റും റെഡ് കളറായിട്ട് വരും. ചില സമയത്ത് ഇത് പസ് ഫീൽഡ് ആവും. ഇത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരിക്കും, നല്ല വേദന ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളതെങ്കിൽ ആ സമയത്ത് നമുക്ക് സാലിസിലിക് ആസിഡ് സ്പ്രേയും ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേയും പിന്നെ ജെന്റിൽ ആയിട്ടുള്ള ബോഡി വാഷസുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഈ ഏതെങ്കിലും ഒരു റാൻഡം ബോഡി വാഷ് യൂസ് ചെയ്താൽ മതി. നിയാസിനമൈഡ് അടങ്ങിയ ബോഡി വാഷസ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ വിറ്റാമിൻ സിയുടെ ബോഡി വാഷസ്, അത് വിറ്റാമിൻ സി കാണില്ല, പക്ഷെ ജെന്റിലായിട്ടുള്ള ബോഡി വാഷ് ആയിരിക്കും. അല്ലെങ്കിൽ ഡവിന്റെ നോർമൽ ബോഡി വാഷ് ഒക്കെ യൂസ് ചെയ്താലും മതി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും ജെന്റിലായിട്ടുള്ള ഒരു ബോഡി വാഷ് യൂസ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് സ്പ്രേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അത് നമ്മുടെ വാസലിൻ ഗ്ലൂട്ടാഹയ, മിനിമലിസ്റ്റിന്റെ നിയാസിനമൈഡ് ബോഡി മോയ്സ്ചറൈസർ ഒക്കെ ഈ സമയത്ത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതൊരു ഭയങ്കര ഇന്റൻസ് ആയിട്ട് പോവുകയാണെന്നുണ്ട്. കാരണം ചില സമയത്ത് ഫോളിക്കുലൈറ്റിസ് ഭയങ്കരമായിട്ട് വലുതായിട്ട് വരും. ആ സമയത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഫംഗൽ ഇൻഫെക്ഷനോ കൂടിയത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ആ സമയത്ത് ഡെഫിനറ്റ്ലി നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണും. അതല്ലാത്ത പക്ഷം നമുക്ക് ഈ ഒരു സാലിസിലിക് ആസിഡ് സ്പ്രേയും പിന്നെ ഒക്കേഷണലി നമ്മൾ വിയർക്കുമ്പോൾ അങ്ങോട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേയും യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ വരെ ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ്, കാരണം എവിടെയാണോ നിങ്ങൾക്ക് ഫോളിക്കുലൈറ്റിസ് വരുന്നത് ആ സ്ഥലത്ത് നല്ല ലൂസ് ആയിട്ടുള്ള ഡ്രസ്സസ്, ഒരുപാട് ഫ്രിക്ഷൻസ് ഒന്നും കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അടുത്തതാണ് നമ്മുടെ ഇൻഗ്രോൺ ഹെയർസ്. ഫോളിക്കുലൈറ്റിസ് ഞാൻ ഷേവ് ചെയ്തതിന് ശേഷം വരും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇൻഗ്രോൺ ഹെയർസും നമ്മൾ ഷേവ് ചെയ്യുന്നതിന് ശേഷമാണ് വരുന്നത്. എപ്പോഴും നമ്മുടെ ഹെയർ ഗ്രോത്ത് എങ്ങോട്ടാണ് അങ്ങോട്ട് ഷേവ് ചെയ്യണം, ഓപ്പോസിറ്റ് അല്ല കേട്ടോ ഷേവ് ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന കാര്യമാണ്. ചെയ്യുമ്പം ഓർമ്മയുണ്ടാവും, പക്ഷെ പറയുമ്പോൾ ഇപ്പം എനിക്ക് ഓപ്പോസിറ്റിനെ വരത്തുള്ളൂ. അങ്ങനെയല്ല, എങ്ങോട്ടാണ് നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് ആ സ്ഥലത്തോട്ട് ഷേവ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഇറിറ്റേഷൻസ് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഇൻഗ്രോൺ ഹെയർ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ പ്രോപ്പറായിട്ട് നമ്മൾ ഷേവ് ചെയ്തില്ല, അല്ലെങ്കിൽ ബ്ലെൻഡ് ആയിട്ടുള്ള റേസറൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് കട്ടായിട്ട് ഇത് പ്രോപ്പറായിട്ട് കട്ടാവില്ല. മാത്രമല്ല ഹെയർ തിരിച്ച് നമ്മുടെ ഫോളിക്കിളിനകത്തോട്ട് നമ്മുടെ സ്കിന്നിനകത്തോട്ട് വരും. എന്നിട്ട് അത് അവിടെ ഇരുന്നിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും. ഇത് ഇൻഗ്രോൺ ഹെയർ എന്ന് പറയുന്നത്. ഇത് റാൻഡം ആയിട്ടായിരിക്കും വരുന്നത്. 1-2 ഒക്കെ എവിടെയെങ്കിലും ഉണ്ടാവാൻ പോകുന്നു, ചിലപ്പോൾ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതെങ്ങനെ മാറ്റാനായിട്ട് ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം? ഇത് മാറ്റിയെടുക്കാൻ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ് ആണ്. കൂടാതെ ഗ്ലൈക്കോളിക് ആസിഡ്. എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നല്ല പസ് ഫീൽഡ് ആണെങ്കിൽ സാലിസിലിക് ആസിഡ് സ്പ്രേസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ അസലിക് ആസിഡിന്റെ ക്രീം എങ്കിലും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിന് ആ ഇൻഫ്ലമേഷൻ നമുക്കൊന്ന് കാം ഡൗൺ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെല്ലാം നിങ്ങൾക്ക് വലിയ പസ്സൊന്നുമില്ല, പക്ഷെ ചെറുതായിട്ട് ഇൻഗ്രോൺ ഹെയർ ഫീൽ ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ ഷേവ് ചെയ്ത് 1-2 ദിവസത്തിന് ശേഷം ഗ്ലൈക്കോളിക് ആസിഡിന്റെ ടോണർ ആ ഒരു ഏരിയയിൽ, നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഏരിയയിലോ അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഷേവ് ചെയ്ത ഏരിയയിലോ ഒന്ന് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് നമ്മളെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ എക്സ്ഫോളിയേഷൻ നടക്കുമ്പോൾ നമ്മുടെ ഡെഡ് സ്കിൻ ഓൾറെഡി ഇനി വരാൻ പോകുന്ന സ്കിന്നിനകത്തോട്ട് ഈ ഒരു ഹെയർ ഫോളിക്കിൾ പോകത്തില്ല. ഷാഫ്റ്റിനെ നമുക്കൊന്ന് മൂത്തെടുക്കാനും പറ്റും. ഓക്കെ, ഒന്നാമത്തെ റീസൺ. 2, നിങ്ങൾ എപ്പോഴും ഷേവ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യം, ഡ്രൈ ഷേവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എപ്പോഴും വെറ്റ് ആയിട്ടുള്ള സ്കിന്നിൽ വേണം ഷേവ് ചെയ്യാൻ. ഒന്നുകിൽ നിങ്ങൾ ഹെയർ കണ്ടീഷണർ, ഷാമ്പു, ബോഡി വാഷ്, അല്ലെങ്കിൽ ഷേവിംഗ് ജെല്ല് വെച്ചിട്ട് തന്നെ ഷേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ക്ലീൻ റേസറായി യൂസ് ചെയ്യുക. രണ്ടാമത് യൂസ് ചെയ്യുന്ന റേസർ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എപ്പോഴും ക്ലീൻ ആക്കി വെച്ചിട്ട് വേണം അത് യൂസ് ചെയ്യാൻ. തുരുമ്പ് അങ്ങനത്തെ സാധനങ്ങളുള്ളത് യൂസ് ചെയ്യുക. 2-3 തവണയിൽ കൂടുതലുള്ള റേസേഴ്സ് ഒക്കെ മാക്സിമം യൂസ് ചെയ്യാം. ഞാൻ 2 തവണ മാക്സിമം യൂസ് ചെയ്യാൻ പറയുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ 3 തവണയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 മാക്സിമം, അതിനപ്പുറത്തോട്ട് നിങ്ങൾ റേസർ യൂസ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഗ്രോൺ ഹെയർ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ കുത്തിപ്പൊട്ടിക്കാനായിട്ട് നിൽക്കരുത്, സ്ക്വീസിലിട്ട് വലിച്ചെടുക്കാനും നിൽക്കരുത്. ഇതൊക്കെ വേദന കൂട്ടുകയും ഇൻഫ്ലമേഷൻ കൂട്ടാനും കാരണമാകും. അടുത്തതാണ് ഹീറ്റ് റാഷസ്. ഇത് നമ്മുടെ കേരളത്തിന് ഹ്യൂമിഡ് ക്ലൈമറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടും. അതായത് ചിലപ്പോൾ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഹോട്ട് ഷവർ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് പുറത്ത് പോയിട്ട് വരുമ്പോഴൊക്കെ നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഒരു റെഡ്, ഒരു സ്കിൻ കളർ ആയിട്ട് ഇങ്ങനെ പുറത്തോട്ട് വരും. ചൊറിച്ചിലുണ്ടാവും, ചെറുതായിട്ട് ഒരു ഇറിറ്റേഷൻ, പിക്നെസ് ഒക്കെ ഉണ്ടാവും. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വെറ്റ് തരുന്ന ഡക്റ്റില്ലേ, അത് അടയുന്നത് കൊണ്ടാണ് വരുന്നത്. ഈ സമയത്ത് നമ്മൾ നോർമലി ചെയ്യുന്ന ഏറ്റവും വലിയ, പണ്ട് മുതലേ ചെയ്യുന്ന തെറ്റാണ്, അവിടെ കുറെ പൗഡർ വരും. ഓൾറെഡി ക്ലോസ്ഡ് ആയിട്ടുള്ള ഡക്റ്റ് നമ്മൾ വീണ്ടും കൂടെ ക്ലോസ് ആക്കും. സത്യമാണ്, പൗഡർ ഇടുമ്പോൾ നമുക്കൊരു കൂളിംഗ് സെൻസേഷൻ വരുമെങ്കിലും അത് കംപ്ലീറ്റ്ലി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. ഈ സമയത്ത് ചെയ്യാൻ ഏറ്റവും സേഫ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കാം. പറ്റുമെങ്കിൽ ഉടനെ തന്നെ
കോൾഡ് ഷവർ എടുക്കരുത്, തണുത്ത വെള്ളത്തിൽ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡയറക്റ്റ് ഐസ് ക്യൂബ്സ് മാറ്റി വെക്കരുത്. ഐസ് വാട്ടർ യൂസ് ചെയ്താലും ഐസ് ക്യൂബ്സ് ഡയറക്റ്റ്ലി സ്കിന്നിൽ കൊടുക്കാതെ എന്തെങ്കിലും കോട്ടൺ ക്ലോത്തിൽ വല്ലതും ഐസ് ക്യൂബ് മാറ്റിയിട്ട് അത് നമുക്ക് റബ്ബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പക്ഷെ ഒരിക്കലും ടാൽക്കം പൗഡർ പോലുള്ള സാധനങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് എവിടെയൊക്കെയാണ് കാണുന്നത്? നമ്മൾ എല്ലാ ബോഡിയിലും കാണപ്പെടും, പ്രത്യേകിച്ച് നമ്മുടെ ബാക്കില്, നമ്മുടെ കയ്യില്, മുതുകത്ത്, കാലിലൊക്കെ കാണപ്പെടും. പിന്നെ നമ്മുടെ സ്കിന്നിന്റെ ഫോൾഡുകളിൽ, അതായത് കൈമുട്ടിന്റെ ഈ ഒരു ഭാഗങ്ങളിൽ ഫോൾഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ, സ്കിൻ ഫോൾഡുകളിൽ, ഇവിടെയും ഇത് കൂടുതലായിട്ടും ഈ ഹീറ്റ് റാഷസ് കാണപ്പെടും. അപ്പൊ ഞാൻ സഡൻ ആയിട്ട് വരുന്ന ആ ബമ്മിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നതാണ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻ കാരണം വരുന്ന ബംസ്. ഇത് വരുന്നത് ചൂട് കൊണ്ടാവില്ല. ഇത് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ പുതിയ സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ, അതല്ല പുതിയ പെർഫ്യൂംസ്, ബോഡി ലോഷൻസ്, ഈവൻ പുതിയ ഡ്രസ്സസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്കൊരു ചൊറിച്ചിൽ വരും അല്ലേ? ഈ ചൊറിച്ചിലാണ് നമ്മൾ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ സ്കിൻ കെയർ ആയിട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്. പെട്ടെന്ന് തന്നെ എന്താണോ നിങ്ങൾ യൂസ് ചെയ്ത് അത് കംപ്ലീറ്റ്ലി വാഷ് ഓഫ് ചെയ്ത് കളയോ, ഡ്രസ്സ് ആണെങ്കിൽ ഊരിക്കളയോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അലർജിക് റിയാക്ഷൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്കൊരു ഗുളിക പെട്ടെന്ന് നമുക്ക് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കഴിക്കും. അതല്ലെങ്കിൽ ഡോക്ടറിനെ പോയി കാണാം. ഇതുവരെ കഴിക്കാത്ത ആൾക്കാർ, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ കഴിക്കാൻ നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് കാം ഡൗൺ ചെയ്യുക, പ്രൊഡക്റ്റ് വാഷ് ഓഫ് ചെയ്യുക, അപ്പൊ പോകുന്നു നോക്കുക. ഇല്ലെങ്കിൽ അത് കൂടാതെ നിങ്ങൾക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ഫേസ് സ്വെല്ലിങ്, ലിപ് സ്വെല്ലിങ്, അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിലോട്ട് വരികയാണ്, പിന്നെ സിവിയർ ആയിട്ട് ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് മെഡിക്കൽ ഹെൽപ്പ് എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റിൽ നിന്ന് തന്നെ വരണം എന്നില്ല. നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിക്കുന്നതിന്റെ അലർജിയിലും ഇങ്ങനെ ഒരു കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് വരാം. കോണ്ടാക്ട് വരത്തില്ല, പക്ഷെ അലർജിക് റിയാക്ഷൻ ആയിട്ട് ചൊറിച്ചിൽ വരാം. കോണ്ടാക്ട് നമ്മൾ എന്താണോ ഇടുന്നത് അത് വെച്ചിട്ട് വരും. ചിലപ്പം വേറെ ആളിട്ട സാധനം നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ ഈ ഒരു കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് വരാം. പക്ഷെ അല്ലാണ്ട് അലർജി വരുമ്പോഴും ചില സമയത്ത് നമുക്ക് ചൊറിച്ചിലായിട്ടും ബമ്പായിട്ടും പൊങ്ങാറുണ്ട്. ആ സമയത്ത് ഹൈവ്സ് ആയിട്ട് വരാറുണ്ട്. ആ സമയത്ത് മസ്റ്റായിട്ട് സിവിയർ ആവുകയാണെങ്കിൽ ഡോക്ടറിനെ കാണുക. അതല്ല നോർമലി വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്നത് അത് എടുക്കുന്നതായിരിക്കും ബെസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ. പിന്നെ ആ സമയത്തിന് ഇത് വാഷ് ഓഫ് ചെയ്ത് കളയാനും ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ബമ്പ് എന്ന് വെച്ചാൽ നമ്മൾ പേൾ ഷേപ്പിൽ അല്ലെങ്കിൽ സ്കിൻ സ്മൂത്ത് ആയിട്ടൊക്കെ പെട്ടെന്ന് റാൻഡം ആയിട്ടൊക്കെ പോകുന്ന, അതായത് നമ്മുടെ ചിക്കൻ ബോക്സ് പോലെ അങ്ങനത്തെയൊക്കെ വരുന്ന ബംസ് ആണ്. ഇതിനെ പറ്റിയിട്ട് ഇത് സ്കിൻ അല്ല, എന്ന് വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സ്കിൻ കെയറിൽ നിൽക്കരുത്. ആരും നിൽക്കാറില്ല, പ്രത്യേകിച്ച് നമുക്ക് കുറച്ചുകൂടെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോവാ. സ്കിൻ കെയർ ആണ് എന്ന് തെറ്റിദ്ധരിക്കാറ്. അഥവാ അറിഞ്ഞിടാത്ത ആൾക്കാരാണെങ്കിൽ ചിക്കൻ ബോക്സിന്റെ ചെറിയ ചെറിയ ഫോട്ടോസ് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും മീസിൽസ്, ചിക്കൻ ബോക്സ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഡോക്ടറിനെ കാണാം. ഇത് വൈറൽ ഇൻഫെക്ഷൻ ആണ്. ഇതൊരു ഹീറ്റ് റാഷസോ അല്ലെങ്കിൽ ഒരു ബാക്ക് ആക്നോ, കേപ്പിയോ, ഫോളിക്കുലൈറ്റിസോ ഒന്നും അല്ല. അത് മനസ്സിലാക്കുക. അപ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഡോക്ടറിനെ പോയി കാണുക. ഡെർമറ്റോളജിസ്റ്റല്ല, നിങ്ങൾ ജനറൽ മെഡിസിനെ തന്നെ പോയി കാണുക. ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ നോർമലി വരുന്ന സിറ്റുവേഷൻസിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇത് അലർജിക് റിയാക്ഷൻ ആണോ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം എപ്പോഴും നമ്മൾ കെയറിലോട്ട് പോകാനായിട്ട്. ഡെർമറ്റോളജിസ്റ്റിനെ കാണേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ അവരെ പോയി കാണുക. ഒരിക്കലും സ്കിൻ കെയറിൽ നിൽക്കുന്ന കാര്യം അല്ലെങ്കിൽ മസ്റ്റായിട്ടും ഡെർമറ്റോളജിസ്റ്റിനെ കാണും. സ്കിൻ കെയറിൽ നിൽക്കുമ്പോൾ അത് മാറ്റേണ്ടത് എങ്ങനെയാണ് ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഓരോ സിറ്റുവേഷനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാനും മറക്കണ്ട. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അഥവാ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ബോക്സിൽ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും അത് കമന്റ് ബോക്സിൽ പറയാനും മറക്കണ്ട. പക്ഷേ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ചാനൽ ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ എല്ലാ ട്യൂസ്ഡേയും, തേഴ്സ്ഡേയും, സൺഡേസിലും വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.